2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM ഒരു സീറ്റിൽ ഒതുങ്ങുമ്പോൾ അന്ന് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പറഞ്ഞത് ഞങ്ങളല്ല തോറ്റത്, ജനങ്ങളാണ്. ഇപ്പോൾ പുതിയ ക്യാപ്സൂൾ വന്നിട്ടുണ്ട്, അത് കുറച്ച് കടന്ന കൈയായിപ്പോയി. മണിയാശാൻ പറയുകയാണ്, പെൻഷൻ വാങ്ങി തിന്നിട്ട് ഞങ്ങൾക്കെതിരെ വോട്ട് ചെയ്തു. മണിയാശന്റെയും പിണറായിയുടെയും വീട്ടിൽ നിന്നുള്ള പണമാണോ പെൻഷൻ തുക? ഒരിക്കലുമല്ല. പക്ഷെ ഇവരൊക്കെ കരുതുന്നത് അങ്ങനെയാണ്. ഈ CPM നേതാക്കളുടെ ധാർഷ്ട്യം, അവരുടെ അഹങ്കാരത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ MM മണിയുടെ ഈ പ്രസ്താവന. കേരളത്തിലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ല എങ്കിൽ ഞങ്ങളെല്ലാം വൃത്തികെട്ടവരും, ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ നിങ്ങളെല്ലാം നല്ലവരും എന്ന് കരുതുന്ന ഈ പ്രസ്ഥാനം, ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ജനവിരുദ്ധമാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇനി ഇവർ ചിലപ്പോൾ നാളെ പറയും, മണിയാശാനെ നാട്ടുഭാഷയിൽ ഇവർ സ്ഥിരം അടിക്കുന്ന ഒരു പരിപാടിയാണ്. ആളുകൾ ആവാഹിച്ചിട്ട് പറയാൻ നാട്ടുഭാഷ എല്ലാവർക്കും അറിയാം. ഇതിനേക്കാളും മോശം നാട്ടുഭാഷ സംസാരിക്കാൻ മറ്റു പലർക്കും അറിയാം. പക്ഷെ എന്തുകൊണ്ട് പറഞ്ഞാൽ അവർക്ക് സംസ്കാരമുണ്ട്, ഇവറ്റകൾക്ക് സംസ്കാരമില്ല. അപ്പൊ സംസ്കാരമില്ലാത്തതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇയാളുടെ ഈ വൃത്തികെട്ട പ്രസ്താവന എന്ന് പറയുന്നത്. അതായത് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നടന്ന തെരഞ്ഞെടുപ്പിൽ ആളുകൾ അവരുടെ പല പരിപാടിയും മാറ്റിവെച്ച് പോയി വോട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് രാജ്യത്ത് ജനാധിപത്യത്തെ സംരക്ഷിക്കാനാണ്, അല്ല ഇവരെ ജയിപ്പിക്കാനല്ല. ഇവരങ്ങനെ തെറ്റിദ്ധരിച്ചെങ്കിൽ തെറ്റാണ്. അപ്പോൾ ആ ജനാധിപത്യ സംരക്ഷണത്തിനും തങ്ങൾക്കുള്ള പൗരാവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഈ വോട്ടേഴ്സ് പോയി വോട്ട് ചെയ്യുന്നത്. അത് അവർ പല റിസ്ക് കൊടുക്കുന്നുണ്ട്. പലരും നമ്മൾ ചിത്രങ്ങളിൽ കാണുന്നുണ്ടല്ലോ, നടക്കാൻ വയ്യാത്തവർ പോലും വീൽ ചെയറിനും അല്ലാതെയും തൂക്കിയെടുത്തോ കൊണ്ടുവന്ന് വോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ജനാധിപത്യത്തിന്റെ ഭംഗിയാണ്. പക്ഷെ അതിനെ അപമാനിക്കുന്ന ഇത്തരത്തിലുള്ള വൃത്തികെട്ട പ്രസ്താവന ആകെ വരുന്നത് കേരളത്തിൽ CPMന്റെ ഭാഗത്ത് മാത്രമാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ മണിയുടെ. അയാൾ ആശാൻ എന്ന് പറഞ്ഞ ഒരു തെറ്റാണ്. ഞാൻ ഒരിക്കലും അയാൾ അങ്ങനെ ആശാൻ എന്ന് പറയില്ല. അയാളൊരു വൃത്തികെട്ടവനാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ, വൃത്തികെട്ട നേതാക്കളിൽ ഏറ്റവും വൃത്തികെട്ട ആര് ചോദിച്ചാൽ അത് മണി എന്നേ പറയാൻ പറ്റൂ. കാരണം ആളുകളെ അപമാനിക്കുകയും ഈ പറഞ്ഞ അശ്ലീലം പറയുകയും ആളുകളെ തെറി വിളിക്കുകയൊക്കെ ചെയ്യുന്ന ഇവരെയൊന്നും ഒരിക്കലും നമുക്ക് രാഷ്ട്രീയ നേതാവെന്ന് പറയാൻ പറ്റില്ല. പണ്ട് അർദ്ധരാത്രി ഡാം തുറന്ന് ആളുകളെ കൊന്ന മോനാണ് ഇയാൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവനയെ ഇതുവരെ ആരും തള്ളി പറഞ്ഞിട്ടില്ല, പാർട്ടിയുടെ ആരും തള്ളി പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഞങ്ങളെ പണം, ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന പണമാണ് നിങ്ങൾക്ക് തരുന്നത് എന്നാണ് ഇവർ ധരിച്ചുവെച്ചിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പിണറായി ചില പ്രഖ്യാപനം നടത്തിയല്ലോ. തെരഞ്ഞെടുപ്പിൽ തോക്കും എന്നുള്ള ഉറപ്പുള്ള അദ്ദേഹം അതൊക്കെ ചെയ്തു. ഈ ക്ഷേമ പെൻഷൻ കൂട്ടി കൊടുത്തിരുന്നു ഇല്ലേ, 1800 ആക്കി ഉയർത്തി. സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ പേരിൽ 35 വയസ്സ് മുതൽ മേലോട്ടുള്ള വീട്ടമ്മമാർ, മറ്റ് വരുമാനങ്ങൾ മാർഗമൊന്നും ഇല്ലാത്ത വീട്ടമ്മമാർക്ക് 1000 രൂപ മാസം കൊടുക്കും എന്ന് വയ്ക്കാം. ഈ രണ്ടുമാണ് പ്രധാനമായിട്ട്. അപ്പൊ മുഖ്യമന്ത്രി പ്രസ്താവിച്ച അല്ലെങ്കിൽ അദ്ദേഹം പ്രഖ്യാപിച്ച 2 പദ്ധതികളെയും പരാമർശിച്ചാണ് അദ്ദേഹം ഈ ഒരു ആക്ഷേപം നടത്തിയിരിക്കുന്നത്. അതായത് ഞങ്ങൾ തരുന്ന കാശ് വാങ്ങിച്ച് നക്കിയിട്ട് ഞങ്ങൾക്കിട്ട് പണിഞ്ഞു എന്നാണ് അങ്ങനെ നാട്ടുഭാഷയിൽ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇവരെ പണിയരുത് എന്ന് വെച്ചാൽ ഇവരെ തോൽപ്പിക്കരുത്. ഇവരെന്ത് വൃത്തിയോട് സംസ്ഥാനത്ത് കാണിച്ചുകൊണ്ടിരുന്നാലും, സംസ്ഥാനത്തെ ഭരിച്ച് മുടിച്ചാലും ഇവർക്ക് വോട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. അവർക്ക് വോട്ട് ചെയ്തില്ല എങ്കിൽ അവർ നമുക്ക് വോട്ട് ചെയ്തവരാണോ ഞങ്ങളെ സഹായിച്ചവരാണെന്ന് നോക്കത്തില്ല. അവരുടെ യഥാർത്ഥ മുഖം പുറത്തു വരും. ആ ഒരു യഥാർത്ഥ മുഖമാണ് ഇപ്പോൾ ഈ മണിയുടെ വായിൽ കൂടി വിളിച്ചാടി. അല്ല, ഇത് അവർ കിറ്റ് കൊടുത്തു, വോട്ട് ചെയ്തപ്പോൾ ജനങ്ങൾ നല്ലവർ, പെൻഷന് കൂട്ടിക്കൊടുത്തു. അത് ഈ തെരഞ്ഞെടുപ്പ് കണ്ടാണ്, അതിൽ വീണിട്ടില്ല. അതുകൊണ്ടാണോ ഈ തെരവിളി? തീർച്ചയായിട്ടും. കാരണം ഈ കിറ്റ് കൊടുത്തു എന്ന് പറയുന്നത് ഈ കിറ്റ് ഇവരുടെ വകയൊന്നും അല്ല, കേന്ദ്ര സർക്കാർ കൊടുത്തതാണ്. അതിനകത്ത് ഇവര് ശാലം മല്ലിപ്പൊടിയും ഇച്ചിരി കായമായിട്ട് ഒരു സഞ്ചിയും വാങ്ങിച്ചാൽ ഇട്ട് കൊടുത്തു എന്നുള്ളതല്ലാതെ ഇപ്പൊ കേരള സർക്കാരിന്റെ ഒരു പങ്കും അക്കാര്യത്തിലില്ല. കിറ്റ് വാങ്ങി, അതെ, സഞ്ചി മാത്രമേ അവർ വാങ്ങി. ആ സഞ്ചിയിലും അഴിവ് കിടന്നു. സഞ്ചിയിലും ലക്ഷക്കണക്കിന് രൂപ അഴിവ് നടന്നു സഞ്ചി അടിച്ചതിൽ. കാര്യം ഇവർ എവിടെ സാധ്യത ഉണ്ടെങ്കിലും അഴിവ് നടത്തുന്ന ആളുകളാണല്ലോ ഇവര്. അപ്പൊ സഞ്ചിയിൽ ഇവർ അഴിവ് നടത്തി ഇതെല്ലാം കൂടെ ഒരു സഞ്ചിയിലാക്കിയിട്ട് കിറ്റ് എന്ന് പറഞ്ഞ സംഭവം കൊടുത്തു. ഈ കിറ്റ് കൊടുത്ത് ആളുകളെ ഈ പറഞ്ഞ ട്രാപ്പിലാക്കുകയാണ് അന്ന് ചെയ്തത്. അപ്പോഴും ആ കിറ്റ് കൊടുക്കുന്ന സമയത്തും ശ്രീ ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നു എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ നേരത്തെ ഇവരുടെ ഉദ്ദേശം അതാണല്ലോ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തരുന്ന സാധനമാണ്, ഞങ്ങൾ കഷ്ടപ്പെട്ട് തരുന്ന സാധനമാണ്, ജനങ്ങളുടെ നികുതിപ്പണമല്ല എന്നുള്ള ഒരു മനോഭാവത്തിലാണ് കിറ്റ് വിതരണം നടത്തിയത്. അപ്പൊ അന്ന് ജനം വോട്ട് എന്ന് പറയുന്നത് കോവിഡ് മാനേജ്മെന്റ് ഭംഗിയായി ചെയ്തുകൊണ്ട് ഇവരെ കിറ്റ് വാങ്ങിയിട്ടൊന്നുമല്ല. ആളുകൾ തമാശയ്ക്ക് കിറ്റ് വാങ്ങി എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ശരിക്കും സംഭവിച്ചതെന്ന് പറയുന്നത് അന്നത്തെ കോവിഡ് സാഹചര്യത്തിൽ ഒരു സ്റ്റേറ്റ് മാനേജ്മെന്റ്
മൊത്തത്തിൽ നന്നായിരുന്നത് കൊണ്ടാണ് പിണറായി വിജയൻ തുടരട്ടെ എന്നൊരു ജനം അന്ന് വോട്ട് ചെയ്തത്. പക്ഷെ ഇപ്പം അന്ന് വോട്ട് ചെയ്തവർക്ക് ഇപ്പം ഈ മണിയുടെ പ്രസ്താവന കേട്ടിട്ട് ഇപ്പോൾ വലിയ വിഷമം തോന്നുന്നുണ്ടാവും. കാരണം നമ്മൾ ഒരാൾക്ക് ആഹാരം കൊടുക്കുമ്പോഴേ, ആഹാരം കൊടുത്ത് ഒരാൾ വിശന്ന് വന്ന് വലിഞ്ഞ് നമ്മുടെ അടുത്ത് വരിക, നമ്മൾ ആഹാരം വാങ്ങി കൊടുക്കുന്നു, അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ ആഹാരം കൊടുക്കുന്നു, കൊടുത്തിട്ട് പറയണം, ഏയ് നീ ഈ നക്കിയിട്ട് നാളെ എനിക്കായിരുന്നു നീ പണി ചെയ്യല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിച്ച ആഹാരം വയറ്റിൽ അപ്പം കത്തിപ്പോയി. അവന് തന്നെ തോന്നുന്നില്ല ഇത് വേണ്ടായിരുന്നു, ഇയാളെ നീ കൂട്ടുവച്ച് കഴിക്കണ്ടായിരുന്നു തോന്നുന്നില്ല. ആ ഒരു തോന്നലാണ് ഇപ്പം കേരള ജനതയ്ക്കുള്ളത്. അവരെല്ലാവർക്കും വോട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അവർ വോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വോട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് കേവലം ഈ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ മാത്രമല്ല വോട്ട് ചെയ്യുന്നത്, എല്ലാ ജനവിഭാഗങ്ങളും വോട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഇയാൾ എന്തടിസ്ഥാനത്തിലാണ് ഇയാൾ പറഞ്ഞത് ഈ പെൻഷൻ വാങ്ങിച്ചവരെല്ലാം ഇയാൾക്കെതിരെ വോട്ട് കുത്തിയെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? അപ്പോൾ ഇതെന്ന് പറയുന്നത് ജനങ്ങളെ അവഹേളിക്കലാണ്, പിന്നെ വോട്ട് ചെയ്യുന്നവരെ അപമാനിക്കലാണ്. ഈ അപമാനം സഹിച്ചുകൊണ്ട് കേരള ജനത ഈ 10 വർഷം ഇവരെയൊക്കെ സഹിച്ചല്ലോ എന്നുള്ളതാണ് ഏറ്റവും വലിയ നമുക്ക് വിചിത്രമായി തോന്നുന്ന ഒരു കാര്യം. അല്ല, അപ്പോൾ പെൻഷൻ ഈ പരാജയപ്പെടുത്തി അടുത്ത നിയമസഭയിൽ ഒരു പരാജയം തന്നെ സംഭവിക്കുന്നു. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മണിയെപ്പോലുള്ള നേതാക്കളൊക്കെ ഈ തരത്തിൽ വിടുവായത്വം പറഞ്ഞു കഴിഞ്ഞാൽ പരാജയം എന്തായാലും സംഭവിക്കും. മറ്റൊരു നേതാവിനെ നാം ഈ സമയം ഓർക്കണം. തിരുവനന്തപുരത്ത് CPM തരംഗമാണ്, BJP ഉള്ള സീറ്റുകൾ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് ശിവൻകുട്ടി ഉണ്ട്. നമ്മളെ ഭാരതാംബയെ കണ്ട് അത് ഇറങ്ങി ഓടുന്ന ഒരു മനുഷ്യൻ. തീർച്ചയായിട്ടും. അല്ല, ശിവൻകുട്ടി ഇപ്പൊ ഈ കോർപ്പറേഷനുള്ളിൽ ഭാരതാംബ വരും ഉറപ്പായിട്ടും. ഈ ശിവൻകുട്ടി പിന്നെ പൊട്ടിച്ചു എന്ന് പറഞ്ഞ നിയമമുണ്ട്. ആ നിയമത്ത് ഇപ്പോഴത്തെ റിസൾട്ട് നോക്കിയാൽ അറിയാം, കച്ചി തൊട്ടിട്ടില്ല പിന്നെ CPM. ഇന്ന് പിന്നെ ബിജോയിയുടെ വാർത്താ സമ്മേളനത്തിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ട് പുറകിൽ. ഇപ്പൊ തുല്യായി, കോർപ്പറേഷൻ പൂട്ടിച്ചു. അതെ, കോർപ്പറേഷൻ പൊട്ടിച്ചു. നിയമം പൂട്ടിയെങ്കിൽ അവർ കോർപ്പറേഷൻ പൂട്ടി താക്കോലെടുത്തു BJP-കാർ. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഒരിക്കലും അഹങ്കാരം പാടില്ല, ധാർഷ്ട്യവും അഹമ്മതിയും രാഷ്ട്രീയത്തിൽ പാടില്ല. കാര്യം അവിടെ ജനമാണ് തമ്പുരാക്കന്മാരെന്ന്. അവർ വിചാരിക്കും ആര് ജയിക്കണം, ആര് ഭരിക്കണം എന്നുള്ളത്. അപ്പോൾ അവരോട് വളരെ വിനയത്തോടു കൂടിയും ഒരു ആദരവോട് വേണം ജനത്തെ കാണാൻ. കാരണം വോട്ടിൻ്റെ പവർ അത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അത് തിരിച്ചറിയാതെ അല്ലെങ്കിൽ അതിനെ ബഹുമാനിക്കാതെ നിങ്ങളെല്ലാം ഞങ്ങളുടെ അടിമകളാണ്, ഞങ്ങൾ പറയുന്നിടത്ത് നിങ്ങൾ കുത്തണം, ഞങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നത് ഈ ആഹാരമൊക്കെ നിങ്ങൾക്ക് തരുന്നത് അല്ലെങ്കിൽ ഈ ക്ഷേമ പെൻഷൻ നിങ്ങൾക്ക് തരുന്നത് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയാണ് എന്നുള്ള ഒരു അളിഞ്ഞ മനോഭാവമുണ്ട്. ഈ മനോഭാവം രാഷ്ട്രീയ കേരളത്തിന് അപമാനം. ഇയാളെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അതാണ്. ഈ ഒറ്റ പ്രസ്താവന പേരിൽ ഈ മണി എന്ന് പറയുന്ന ആളിനെ പുറത്താക്കാനുള്ള ആർജവം ഈ CPM എന്ന പാർട്ടിക്കുണ്ടോ? ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച ജയിലിൽ കിടക്കുന്നവരെ പോലും പുറത്താക്കിയിട്ടില്ല. അത് അവരുടെ മോഷണം അവരുടെ ഒരു സ്ഥിരം പരിപാടി ആയതുകൊണ്ട് അവരങ്ങ് ചെയ്യില്ല. കാര്യം ഈ മോഷണത്തെ അവർ സംരക്ഷിക്കും. ഇതങ്ങനെയല്ല, ജനത്തെ അവമാനിച്ചു. ജനത്തെ അവഹേളിക്കുക, അവമാനിക്കുകയല്ലേ ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഇയാളെ ഒരു നിമിഷം പോലും പാർട്ടി വയ്ക്കരുത് എൻ്റെ അഭിപ്രായം. ഇയാളെ പുറത്താകണം. അതിനുള്ള ആർജവം ഈ പാർട്ടി കാണിച്ചില്ല എങ്കിൽ വരുന്ന ആളുകളിൽ CPM സംഭവിക്കാൻ പോകുന്ന ഇതിനേക്കാളേറെ വലിയ തകർച്ചയായിരിക്കും. അത് പിന്നെ നാളെ എനിക്ക് വോട്ട് തരാത്തത് നിങ്ങൾക്ക് നാളെ ഞാൻ ശമ്പളം തരില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ റേഷൻ തരിക എന്നൊക്കെ പറയുന്നത് എന്താ? ഇത് പിള്ളേരിക്ക പട്ടണമാണോ? ഇതിനെയാണ് ഫാസിസ്റ്റ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്നില്ലേ, ഫാസിസ്റ്റ് ഭരണകൂടം എന്നൊക്കെ പറയുന്നത്. ഇവരുടെ മനോഭാവം യഥാർത്ഥത്തിൽ ഇവരെ ഒരു മോമുടിയിട്ടാണ് ജനങ്ങളുടെ അടുത്ത് വരുന്നത് CPM-കാരെന്ന് പറയുന്നത്. അവരുടെ യഥാർത്ഥ മുഖത്തിൽ ഇതുപോലുള്ള അളിഞ്ഞ മുഖമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. കാരണം വോട്ട് ചെയ്തവരെ അപമാനിക്കുക എന്ന് പറയും. അവരുടെ പിന്നെ കിറ്റ് വാങ്ങി അല്ലെങ്കിൽ അവരുടെ പെൻഷൻ വാങ്ങി നക്കിയിട്ട് അവർക്ക് പണി കൊടുത്തു, അവർക്ക് വോട്ട് ചെയ്യില്ല എന്ന് പറയുന്നത് CPM-ന്റെ ഒരു അളിഞ്ഞ മുഖത്തെ നിന്നാണ് കാണിക്കുന്നത്. അതിനെ അവരെത്രയൊക്കെ സോപ്പിട്ട് കഴിയാതെ പോകില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് CPM-ൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ മാർഗ്ഗമുള്ള ഇയാളെ നിഷ്കരണം പുറത്താക്കുക. അതിനുള്ള ആർജവം പാർട്ടി കാണിക്കണമെന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാം.